നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വിഘ്നേശ്വര പൂജയെക്കുറിച്ചാണ്. വിഘ്നങ്ങൾ അകറ്റുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ എന്ന് പറയും. നമ്മൾ എത്ര കഠിനമായിട്ടുള്ള കാര്യമാണ് വിഘ്നേശ്വരന്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു 12 ഏത്തൂട്ട് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എത്രയും വേഗം ആ കാര്യം നടത്തി തരും എന്ന് പറയാറുണ്ട്. അപ്പോൾ വിഘ്നേശ്വരന് നമ്മൾ ഈ പൂജ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചതുർത്ഥി വരുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏതു ദിവസമാണോ വരുന്നത് അതിന്റെ 6ാമത്തെ നക്ഷത്രം എടുക്കുക. ആ ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിഘ്നേശ്വരന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം, ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം വേണം. അത് ഒരെണ്ണം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഗ്രഹമോ ഫോട്ടോ വാങ്ങിച്ചു വെക്കുക. വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഭഗവാന് കുങ്കുമവും ചന്ദനവും, ആദ്യം ചന്ദനം വെക്കുക, പിന്നെ അതിന് മേലെ കുങ്കുമം വെക്കുക. കുങ്കുമം വെച്ചിട്ട് ഭഗവാന് നല്ല മണമുള്ള പൂ ഭഗവാന് ചാർത്തുക. ചാർത്തിയതിന് ശേഷം ഈ പൂജയ്ക്ക് പ്രധാനമായും വേണ്ടത് കറുകമ്പുല്ലാണ്. നമ്മൾ ഗണപതി ഹോമത്തിനൊക്കെ എടുക്കുന്ന കറുകമ്പുല്ല് 21 നമ്മൾ എണ്ണിയെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഭഗവാന്റെ പാദങ്ങൾ അർപ്പിക്കുന്ന പോലെ കുറച്ച് കറുകമ്പുല്ല് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയും കൽപ്പൂരവും സാമ്പ്രാണിയും ഒക്കെ ഭഗവാന് കാണിക്കുക. നിവേദ്യമായിട്ട് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം വെക്കുക, അല്ലെങ്കിൽ കൽക്കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിവേദ്യമായിട്ട് ഒരു പായസം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഭഗവാന് ഗായത്രി മന്ത്രം വെച്ചിട്ടാണ് ഭഗവാന് ഈ അർച്ചന ചെയ്യേണ്ടത്. നമ്മൾ 21 കറുകമ്പുല്ല് വെച്ചിട്ട് നമ്മൾ ഏത് ദിവസമാണ് തിരഞ്ഞെടുക്കുന്നത് ആ ദിവസം നോക്കിയിട്ട് നമ്മളിപ്പോൾ 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യണ സമയത്ത് ചതുർത്ഥി വരുന്ന ദിവസം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഏത് ദിവസമാണോ വരുന്നത് അതിന്റെ 7 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വലിയ കാര്യമാണെങ്കിൽ ആ 7 ദിവസം പൂജയിലൂടെ അത് ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ഈ കറാമ്പു കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല ഉയർച്ചയുണ്ടാവണം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് നടക്കേണ്ട കാര്യം എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുക. അപ്പോൾ അത് അർച്ചന ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ വിഘ്നേശ്വര ഗായത്രി മന്ത്രം ജപിച്ചു വേണം നിങ്ങൾ ഭഗവാന് ഈ കറുകമ്പുല്ല് 21 പ്രാവശ്യം സമർപ്പിക്കണം. 21 എണ്ണം കൊണ്ട് ഓരോ പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തനോദന്തി പ്രചോദയ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാന് 21 പ്രാവശ്യം അർച്ചന ചെയ്യുക. അർച്ചന ചെയ്തിട്ട് ശേഷം വേണം ഭഗവാന് കൽപ്പൂര ആരതി കാണിക്കാൻ വേണ്ടി. കൽപ്പൂരം കാണിച്ച് ചന്ദനത്തിരിയൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ വിചാരിച്ച കാര്യം എനിക്ക് നടന്നു കിട്ടണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് നന്നായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യണം. അതിപ്പോ രാവിലെയാണ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ 6 മണിക്കാണ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത്, അതേ 6 മണിക്ക് തന്നെയാണ് ഈ 7 ദിവസം ചെയ്യേണ്ടത്. അല്ല വൈകിട്ടാണ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ്. അത് ഏത് ടൈമാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ ടൈമിൽ തന്നെയാണ് ഇത് ചെയ്തു വേണ്ടത്. അത് 7 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യണം, എങ്കിൽ മാത്രം തന്നെയാണ് ഫലം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞു വെച്ചാൽ അതിന് ഫലമില്ല. വീണ്ടും 7 ദിവസം അതേപോലെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടിയിട്ട് വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടെന്ന് എത്ര വലിയ പ്രശ്നങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഘ്നേശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ അർച്ചന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നടക്കാത്ത കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. വളരെയേറെ ഒരുപാട് വഴിപാടുകളും എല്ലാം ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, ഇപ്പൊ ചിലർക്ക് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാനും ഭഗവാൻ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തരാക്കി തരണേ എന്ന് ഭഗവാനോട് നന്നായി മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം എത്രയും വേഗം നടന്നു കിട്ടുന്നതാണ്. അപ്പൊ ഇത് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇടയിൽ വിടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇടയിൽ വിട്ടു കഴിഞ്ഞാൽ അതിന് ഫലമില്ലാണ്ടാകും.
സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പീരീഡ് വരുന്ന ടൈം നോക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം 7 ദിവസം സെലക്ട് ചെയ്തിട്ട് 7 ദിവസം അതേപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഈ വിഘ്നേശ്വര പൂജയിലൂടെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.